ബിനുചേട്ടനെ ശരിക്കും ഡോക്ടർക്കറിയോ? പിന്നെ അതെന്താ അങ്ങനെ ചോദിച്ചത്? ബിനു കുടുംബത്തോടൊക്കെ സ്നേഹമുള്ള ഒരു സ്മാർട്ട് ചെറുപ്പക്കാരൻ. എൻ്റെ അഭിപ്രായത്തിൽ എക്സ്ട്രാ ഡീസൻറ്റ്. ബിനുവിന് എന്താ കുഴപ്പം? ഈ ബിനുചേട്ടൻ എങ്ങനെ എക്സ്ട്രാ ഡീസൻ്റ് ആയെന്ന് ഡോക്ടർക്കറിയോ? എന്താണ് പറ കാര്യം എന്താ? എന്തു പറ്റി? വിശക്കുന്ന? എടാ ഞാൻ നിനക്ക് ഓംപ്ലേറ്റ് ഉണ്ടാക്കി തരാടാ. അത്രയ്ക്ക് വിശപ്പാ? ടിങ് ടിങ്. ആ കയറിക്കോ. കത്തുന്നില്ലല്ലോ, തീപ്പെട്ടി എവിടെ? നീ അതൊരു കാര്യം ചെയ്തേ, അതിനടുത്ത് തീപ്പെട്ടി എവിടെ ചോദിച്ചേ. കൊണ്ടുവരാം. സാറേ, പെൺകുഞ്ഞ. സ്പ്രിംഗ് ആക്ഷൻ അല്ല. എടാ പതുക്കെ, നിനക്കൂടി ഇനി ഉപയോഗിക്കാനുള്ളതല്ലേ. ഞാൻ ഇത്ര നാളീ മുറി ഉപയോഗിച്ച പോലെ നീ പൊന്നുപോലെ നോക്കണേ. എടാ അച്ഛനെ കിട്ടണ്ടെങ്കിൽ വേഗം ചെല്ലി. എടാ ചെല്ലടാ പോ. അല്ലെങ്കിൽ ദാസനോടൊന്ന് പറഞ്ഞുകൂടാന്ന് അവൻ അറിയില്ലല്ലോ. ആ ഇവരിറങ്ങായി. നിന്നെ കണ്ടില്ലെന്ന് പറയുകയായിരുന്നു. പുള്ളിക്കാരൻ നല്ല തിരക്കിലാ. ഗിന്നസ് ബുക്കിൽ കയറാൻ പോവുകയല്ലേ. കേരളത്തിൽ PSC ടെസ്റ്റ് ഏറ്റവും കൂടുതൽ തവണ എഴുതിയവൻ. എത്ര തവണ എഴുതിയടാ? നിനക്ക് ഓർമ്മ കാണില്ല, പക്ഷെ എനിക്കറിയാം 39 തവണ. ഇനി എഴുതാൻ പറ്റൂല, കാരണം ഏജ് ഓവറായില്ലേ. ഇനി PSC ടെസ്റ്റിന്റെ പേര് പറഞ്ഞ് മുകളിൽ കഥ ചിരിക്കാൻ പറ്റില്ല. എന്നോട് നാളെ മുതൽ ഷോപ്പിൽ വന്നേക്കണം, മനസ്സിലായോ? അല്ല നിഷിമ എന്നാ യൂസഫ് പോന്നെ? അത് ഈ വ്യാഴാഴ്ച. അവൾ ഇന്നിപ്പോ ചെന്നൈയിലെത്തും. ഡാ നീ മോളെ കൂട്ടാൻ പോകുന്നില്ലേ? കാർ എടുക്കാൻ സഞ്ജു വരുമല്ലോ. എന്താടാ വായിക്കാത്ത? ഒന്നും മിണ്ടാത്ത? വായിക്കാത്ത എന്താന്ന്? എടാ എന്നോടാ ചോദിച്ചത്. ചോദിക്കമ്മ, ഇതിനോട് പലരോട് പറഞ്ഞില്ലേ ഇതൊന്നും വായിക്കാത്തിട്ട്? അതെ അതെ, എന്നാ ഞങ്ങള് ശരി വിലാസിനോട് അന്വേഷണം പറയണേ. ആയിക്കോട്ടെ, ഇതിനൊരു മാറ്റമില്ലല്ലോ. ഞാൻ നിങ്ങളോട് എത്ര വട്ടം പറഞ്ഞതാ ആരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യരുതെന്ന്. പേടിപ്പിച്ച് വളർത്തരുതെന്ന് ഞാൻ ചെറുപ്പത്തിലേ പറയുന്നതാ. അപ്പൊ എന്താ പറയാ, നമ്മുടെ മോൻ എവിടെയും പിന്നിലായി പോവാൻ പാടില്ലെന്ന്. എന്നിട്ടിപ്പോ എന്തായി? ഇവനെക്കാൾ പിന്നിൽ ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ? ആ സഞ്ജു വന്നല്ലോ. പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ എന്താ,
ഫിനാലി വിറ്റ് 4 കാശുണ്ടാക്കുന്നുണ്ട്. കണ്ട് പടിയടാ. കൂടെ ഡ്രൈവിംഗ് പണിയെടുക്കുന്നു ഇവിടെ ഒരുത്തൻ.